മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹമുള്ളവരെ, ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഇത്ര ക്രൂരനാണോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും. കാരണം തൻ്റെ പുത്രനായ യേശുവിനെ മാത്രം രക്ഷിച്ച് മറ്റു കുഞ്ഞുങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമാണോ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്നാൽ സ്വപ്നത്തിൽ യൗസേപ്പ് പിതാവിന് ദർശനം കിട്ടിയ മാതിരി അവിടെ ഉണ്ടായിരുന്ന എല്ലാ മാതാപിതാക്കൾക്കും ദർശനം കിട്ടിയിട്ടുണ്ടാകും എന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. എന്നാൽ അതിനോട് പ്രത്യുത്തരിച്ചത് യൗസേപ്പും മറിയവും മാത്രമാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമുക്ക് ജീവിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കണം. അത് വചനം വഴിയാകാം, പ്രാർത്ഥന വഴിയാകാം, മറ്റു വ്യക്തികൾ വഴിയാകാം. ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നു. ആ പദ്ധതിക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.